യോഗ തീരുമാനമാണ്. അതിൽ ഈ മൂന്നാമത്തെ ഒരു നമ്പറിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ. അല്ല എങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവും, അവരോടൊപ്പം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അവർക്ക് മടുത്തിട്ട് നിർത്താനുള്ള താല്പര്യം കൊണ്ടല്ല അവർ പറയുന്നത്. അതിൽ കാർഡിയോ, റെസ്പിറേറ്ററി, ന്യൂറോ എല്ലാ സബ്ജക്ട്സും നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് പഠിക്കുക. എല്ലാവർക്കും എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഏരിയ ആണ് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷന് ഞാൻ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്, എന്തൊക്കെയായിരുന്നു എൻ്റെ സ്ട്രാറ്റജീസ്, എനിക്ക് എങ്ങനെ 9th റാങ്ക് കഴിഞ്ഞ എക്സാമിന് നേടാനായിട്ട് കഴിഞ്ഞു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷൻ അത്യാവശ്യം ഒരു ഹയർ ലെവൽ എക്സാമിനേഷൻ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരള PSC എക്സാമിനേഷൻ നടത്തുന്ന അല്ലെങ്കിൽ കേരള PSC നടത്തുന്ന എക്സാമിനേഷൻ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരുന്ന എക്സാം ആണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യുന്നവർ, കേരളത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ പുറത്ത് അല്ലെ എബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒക്കെ ഒരുപാട് നാളായിട്ട് നോക്കിയിരിക്കുന്ന ഒരു എക്സാം ആണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാം എന്ന് പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം ഹയർ ലെവൽ ആയിരിക്കും അല്ലേ. സോ എന്തൊക്കെയായിരുന്നു എന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക്? അതായത് ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ച കുറെ സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രിപ്പറേഷനിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത സംഗതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ഇത് നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ ഫോളോ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ റാങ്ക് കുറച്ചുകൂടെ മുന്നോട്ട് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനും കഴിയും അല്ലെ. നോക്കിക്കേ, നമുക്കറിയാം ഇതിന് തൊട്ട് മുന്നേ, അതായത് ഞാൻ എഴുതിയ എക്സാം എന്ന് പറയുക, അത് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2022 2022 ഡിസംബർ 31 ആണെന്ന് തോന്നുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നത്. എക്സാമിനേഷൻ നടക്കുന്നത് 2023 മെയ് മാസം 25 അതായത് ലാസ്റ്റ് ഡേറ്റിൽ നിന്ന് ഏകദേശം ഒരു 5 മാസത്തിനുള്ളിൽ എക്സാമിനേഷൻ നടന്നിരുന്നു. ഇപ്പോഴും അതിൽ നിന്ന് വിഭിന്നമാവില്ല കാര്യങ്ങൾ. കാരണം നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ മാസം 31 വിളിക്കും അല്ലെങ്കിൽ കോൾ ഫോർ ചെയ്യും. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് നവംബർ മാസം 4 അപ്പൊ യൂഷ്വലി എക്സാമിനേഷൻ ഒരു ജൂൺ മുതൽ ഓഗസ്റ്റ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് 2026 ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളിൽ ഉണ്ടാകും. ഏറ്റവും നേരത്തെ ആയി കഴിഞ്ഞാൽ ജൂൺ, മേ ബി ചിലപ്പോൾ മെയിലും നടക്കാം, പറയാൻ പറ്റില്ല. എങ്കിലും ജൂണിൽ എക്സാം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് വളരെ ഒരു ചുരുങ്ങിയ ഒരു ടൈം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 5-6 മാസം മാത്രമേ നമുക്ക് എക്സാമിന് വേണ്ടിയുള്ളൂ. സോ ഒരു ട്രയൽ ആൻഡ് എറർ നടത്താനുള്ള സമയമില്ല, അതിനുള്ള സാഹചര്യവും ഇല്ല അല്ലെ. അപ്പോൾ കൃത്യമായിട്ടൊരു സ്റ്റഡി സ്ട്രാറ്റജി, കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, അതും ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്കും അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഫോളോ ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു സക്സസും ലഭിക്കും കേട്ടോ. അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇതിൽ കൂടെ അതായത് ഈ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ കേരള PSCയുടെ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ PSCയുടെ യോഗ തീരുമാനമാണ്. അതിൽ മൂന്നാമത്തെ ഒരു നമ്പറിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ DME അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ബൈ ട്രാൻസ്ഫറും കൂടാതെ ഡയറക്റ്റും വിളിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസംബർ മാസം 31 മിക്കവാറും അതിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആകും. സോ നോട്ടിഫിക്കേഷൻ ഔട്ട് ആകുന്ന മുറയ്ക്ക് അതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നോക്കിയേ, ആദ്യത്തെ ഒരു എന്താ സ്ട്രാറ്റജി അല്ലെങ്കിൽ ശരിക്കും എൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ എക്സാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടൊരു നീഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ നീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തിരുന്നത്, എൻ്റെ ആദ്യത്തെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് MSc കഴിഞ്ഞതിന് ശേഷം എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നാട്ടിലെ ESIC-യിലായിരുന്നു കേട്ടോ. നാട്ടിലെ ESIC-യിൽ സ്റ്റാഫ് നഴ്സ് ആയിട്ടായിരുന്നു എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗവൺമെന്റ് സെക്ടറിൽ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല സാലറി കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല ജോലിയായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ടീച്ചിങ്ങിലേക്ക് മാറണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ, അത് ആദ്യമേ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ എയിംസിന്റെ എക്സാം എഴുതിയിരുന്നു, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഭുവനേശ്വറിൽ എനിക്ക് ട്യൂട്ടറായിട്ട് കിട്ടി കേട്ടോ. അവിടുത്തെ ട്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എയിംസിൽ ശരിക്കും പറഞ്ഞാൽ BSc നഴ്സിംഗ് മാത്രമേ ഉള്ളൂ, GNM ഇല്ല, BSc പിന്നെ MSc നഴ്സിംഗ് ആണ് വരിക. അപ്പോൾ എനിക്ക് ഭുവനേശ്വർ എയിംസിലായിരുന്നു നഴ്സിംഗ് ട്യൂട്ടറായിട്ട് ഞാൻ ജോയിൻ ചെയ്തപ്പം കുറെ നാൾ ഞാൻ അവിടെ വർക്ക് ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട്, അതായത് നാട്ടിലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു, അത് കളഞ്ഞിട്ടാണ് ഞാൻ
ഭുവനേശ്വറിൽ ഒഡീഷയിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കായിട്ട് പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ തന്നെ എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നാട്ടില് ഒരു ടീച്ചിങ് പോസ്റ്റിൽ വന്ന് ജോയിൻ ചെയ്യണം. ഇത് തന്നെയായിരുന്നു എൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയാം. അപ്പൊ ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് എന്നെ ഉപദേശിച്ചു, കളിയാക്കി, പരിഹസിച്ചു. നാട്ടിലൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലി കളഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്, ഇത്രയും ദൂരെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിഹാസവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബേണിംഗ് ഡിസയർ എനിക്കുണ്ടായിരുന്നു. അറ്റ് എനി കോസ്റ്റ് ഐ ഹാവ് ടു കം ബാക്ക്. എനിക്ക് നാട്ടിലേക്ക് വരണം, നാട്ടിൽ ഒരു ടീച്ചിങ് ജോബ് കിട്ടണം എന്ന ഒരു ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ വളരെ തീവ്രമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മുടെ നീഡ് അല്ലെങ്കിൽ ആവശ്യമാണ് നമ്മളെ എന്ത് കാര്യത്തിനും പ്രേരിപ്പിക്കുക. അപ്പോൾ ആവശ്യം നിങ്ങൾക്ക് മേ ബി ഈ കാണുന്ന പോലെ നിങ്ങളുടെ ഫാമിലിയോടുകൂടി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ചെലവഴിക്കുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ നീഡ്. അല്ല എങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവും, അവരോടൊപ്പം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അതല്ല എങ്കിൽ നമ്മുടെ കുഞ്ഞു കുട്ടികളുണ്ടാവും അല്ലെ. ഇപ്പൊ എനിക്ക് മോള് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുഞ്ഞു കുട്ടികൾ അല്ലെ, അവരുടെ ബാല്യം കാണാൻ അല്ലെ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മോട്ടീവ് ഉണ്ടാകാം. മൂന്നാമത് കാണിച്ചിരിക്കുന്ന എന്താണ്, മണി അല്ലെ. അതായത് പലർക്കും അതായത് മണി എന്ന് പറയുന്നത് പലരും പറയും അത് മോശമായ കാര്യമാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ജീവിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പണം തന്നെ വേണം അല്ലെ. അപ്പൊ നമ്മൾ ഇപ്പോൾ പലരും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാകും. ഏകദേശം 15,000 രൂപ 20,000 രൂപയ്ക്ക്, അല്ലെങ്കിൽ ഒരു 30,000 രൂപ മേടിച്ചിട്ട് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. ജോബ് ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ല എന്ന് വേണമെങ്കിലും മേ ബി ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നേക്കാം. അതല്ല എങ്കിൽ നമ്മൾ സ്റ്റാഫ് നേഴ്സായിട്ട് ഈ പറയുന്ന പോലെ MSc ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാകാം. മേ ബി ഒരു 40,000 ഒക്കെ കിട്ടുമായിരിക്കും അല്ലെ, അല്ലെങ്കിൽ 50,000 ഒക്കെ കിട്ടുമായിരിക്കും. ഗവൺമെന്റിലാണെങ്കിൽ ഒരു 40,000-50,000 ഒക്കെ കിട്ടുമായിരിക്കും. അത് മണിയുടെ കാര്യമാണ്. പക്ഷേ ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ MSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഓക്കെ, സ്റ്റാഫ് നേഴ്സ് നല്ല ജോലി മോശമാണ് അങ്ങനെയല്ല ഞാൻ പറയാം, നല്ല ജോലിയാണ്. പക്ഷേ എനിക്കെന്തോ എൻ്റെ ഒരു ജോലി അല്ലെങ്കിൽ എൻ്റെ ഒരു മേഖല അതല്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഒരു ബേണിംഗ് ആയിട്ടുള്ള, അതായത് ജസ്റ്റ് ജോലി കിട്ടിയാൽ കൊള്ളാം, അതായത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഒരു ഗസറ്റഡ് പോസ്റ്റിൽ അല്ലേ, നമ്മൾ ശരിക്കും അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് പോസ്റ്റ് ആണ്. നമുക്ക് പച്ച മഷിയിലൊക്കെ നമുക്ക് സൈൻ ചെയ്യാം, നമുക്ക് സീലൊക്കെ വെക്കാം അല്ലെ, പിന്നെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ അതിലേക്ക് മാറണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾക്ക് ഈ വരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം 2026 മോസ്റ്റ് പ്രോബബ്ലി ജൂണിൽ തന്നെ എക്സാം ഉണ്ടാവും. സോ ആ എക്സാം നിങ്ങൾക്ക് പാസ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറും ഈ പറയുന്ന ഒരു നീഡ് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അതായത് ഇതുപോലെ ഒരു ബേണിംഗ് ആയിട്ടുള്ള ഒരു നീഡ് ആയിരിക്കണം. ഇപ്പൊ എബ്രോഡ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നാട്ടിൽ വന്നിട്ട് കുടുംബത്തോടൊപ്പം അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അതല്ല ഇപ്പൊ മണിയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നോക്കിയേ, നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കിയ പാരന്റ്സ് അല്ലേ, അവർക്കൊരു നീഡ് വേണമെങ്കിൽ, അവർക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, അവരൊന്ന് താങ്ങാൻ ഒക്കെ നമുക്ക് എന്തിനാണ് ഈ പറയുന്ന പോലെ മണി വേണം. നമ്മുടെ കുട്ടികളെ നല്ല ഒരു വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ, അവരുടെ നീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നേടി കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളൊന്ന് അവരുടെ അടുത്തുണ്ടാകണം. രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ നമുക്ക് മണി ഉണ്ടാകണം അല്ലെ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, കൃത്യമായിട്ടൊരു നീഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഡീമോട്ടിവേറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ഈ നീഡിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുക. അത് നിങ്ങൾക്ക് നന്നായിട്ട് പരിശ്രമിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ള ഒരു എനർജി നിങ്ങൾക്ക് തരും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. രാത്രി എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം, പക്ഷെ രാവിലെ എനിക്ക് എഴുന്നേക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇതുപോലൊരു നീഡ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് രാവിലെ ഇപ്പൊ രാത്രി ഒരു 10 മണി 11 മണി 12 മണിയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും രാവിലെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേക്കാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഒരു നീഡ് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കാര്യം ബിൽഡ് കോൺഫിഡൻസ് എന്നുള്ളതാണ്. അതായത് ഇതിനു മുന്നേ നമ്മൾ പല എക്സാംസ് എഴുതിയിട്ടുണ്ടാകും കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എഴുതിയിട്ടുണ്ടാകും, നഴ്സിംഗ് ട്യൂട്ടർ എക്സാം എഴുതിയിട്ടുണ്ടാകും. പക്ഷേ മേ ബി നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ നന്നായിട്ട് ഒരു പക്ഷേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ പല മിസ്റ്റേക്സ്, നമ്മളൊക്കെ ഹ്യൂമൻ ആണല്ലേ, നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാകാം. സോ നമ്മൾ പലതരത്തിലുള്ള മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം അല്ലേ. സോ എന്ത് ചെയ്യുക,
കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമ്മൾ പരാജയങ്ങൾ നമ്മൾ ഒരിക്കലും ഇമോഷണൽ ആയിട്ട് എടുക്കരുത് കേട്ടോ. എപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പിന്നിൽ എന്താണ്, എന്തുകൊണ്ട് എനിക്ക് പരാജയം ഉണ്ടായി. ഇപ്പം ഒരു എക്സാം എഴുതിയപ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ കംപ്ലൈന്റ് പറയുന്നതാണ്. ഇപ്പം നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പം കുട്ടികളൊക്കെ പറയുന്നത്, സാർ ഞാൻ ഇത്ര പഠിച്ചിട്ടും എനിക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ചില കുട്ടികൾ പറയുന്നതാണ് കേട്ടോ, എനിക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മടുത്ത്, ഞാൻ നിർത്തുക. അപ്പം എന്ന് വെച്ചാൽ അത് അവർ സംസാരിക്കുന്നത്, അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മടുത്തിട്ട് നിർത്താനുള്ള താല്പര്യം കൊണ്ടല്ല അവർ പറയുന്നത്, അവർ ഇമോഷണലി അതങ്ങ് എടുക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ കാര്യങ്ങൾ ഇമോഷണലി എടുക്കരുത്. പകരം എന്താണ്, കാര്യങ്ങൾ എന്തുകൊണ്ട് തോറ്റു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഡ്രോബാക്ക്, നിങ്ങൾക്ക് എവിടെയാണ് സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള മെഷേഴ്സ്. സപ്പോസ് ചില ആൾക്കാർക്ക് പഠിക്കുന്നത് പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെമ്മറി ബൂസ്റ്റിംഗ് ടെക്നിക്സ്, അത് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞുതരാം കേട്ടോ. മെമ്മറി ബൂസ്റ്റിംഗ് ടെക്നിക്സ് ഫോളോ ചെയ്യുക. ചില ആൾക്കാർ പഠിക്കും, ഒരുപാട് പഠിക്കും, പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കില്ല. അപ്പോൾ എന്താണ്, സെലക്റ്റീവ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്കിപ്പം ഒരു എക്സാം, ആ ഒരു എക്സാമിന് ഒരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാകും. റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന, ഇപ്പം നമ്മളെ PSC സംബന്ധിച്ചിടത്തോളം റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്. ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചേ ചോദിക്കത്തുള്ളൂ റിപ്പീറ്റ് ആയിട്ട്, പക്ഷേ റിപ്പീറ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാകും. സോ അതുപോലെയുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പം നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എക്സാമിന് എനിക്ക് തോന്നുന്നു ചോദിച്ചത് കൊട്ടാഡ് സിൻഡ്രോം കേട്ടോ. കൊട്ടാഡ് സിൻഡ്രോം അങ്ങനെ പറഞ്ഞിട്ട് കുറേ റെയർ ആയിട്ടുള്ള സ്യൂഡോളജിയ, ഫിൻഡാസ്റ്റിക്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റെയർ ആയിട്ടുള്ള ടെർമിനോളജീസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ്, ഇങ്ങനെയുള്ള റെയർ ആയിട്ടുള്ള കണ്ടീഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു, അത് കാണണം, അത് പഠിക്കണം, അത് ഓർത്തിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പരാജയങ്ങൾ എവിടെയാണ്, നമുക്ക് എവിടെയാണോ തെറ്റ് പറ്റുന്നത്, നമ്മൾ ഏതൊക്കെ പോർഷൻസ് ആണ് വിട്ടുപോകുന്നത്, മേ ബി നമ്മൾ പോർഷൻസ് വിട്ടുപോകും, അപ്പോൾ അതിൽ നിന്നായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടുക അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും നമ്മുടെ നെഗറ്റീവ്, നമ്മുടെ ഡ്രോബാക്ക് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അത് പരിശ്രമിക്കുക, അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. പിന്നെ എപ്പോഴും ഞാൻ സാധാരണയൊക്കെ പറയുന്ന പോലെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കൊരു നെഗറ്റീവ്, ഒരു ചെറിയൊരു ഒരു മോശസ്ഥിതി വന്നു കഴിഞ്ഞാൽ, ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മളെ കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഐഡന്റിഫൈ ചെയ്ത ഒരു കാര്യമാണ്, ഈ കേരള PSCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് റീഡിംഗ് മോർ, ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പാറ്റേൺ. അതായത് ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് നീറ്റ് PGയുടെ ക്ലാസ്സുകൾ, അതിന്റെ ബുക്സ് ഒക്കെ വായിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതായത് ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരുപാട് വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയണം അല്ലെ. പരീക്ഷ ഹാളിൽ പോകുമ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്ത് എടുക്കാനായിട്ട് കഴിയണം അല്ലെ. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പിന്നീട്, അതായത് ഞാൻ പറഞ്ഞല്ലോ കുറേ ഒരു റിസർച്ചിനൊക്കെ ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു റിവ്യൂ 5 years ഓഫ് കേരള PSC നഴ്സിംഗ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതായത് ഞാൻ പിന്നെ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം 2020 ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, എസ്പെഷ്യലി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്, അതായത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക, മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ആ ഒരു പാറ്റേൺ എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. കൂടാതെ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അത് മനസ്സിലാക്കുക. അതുകൂടാതെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാം ഞാൻ പറഞ്ഞ ഒരു ഹയർ ലെവൽ എക്സാം തന്നെയാണ് എന്ന് വെച്ച് എല്ലാം ഈ പറയുന്ന പോലെ ഹയർ ലെവലിലാണോ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. കാരണം ഒരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, മീഡിയം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, വളരെ ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് ചെയ്യുക, മീഡിയം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റ് ചെയ്യുക. ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് അവിടെ നെഗറ്റീവ് മാർക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഉള്ള സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന പോലെ അത്യാവശ്യം ഒരു റിസർച്ച് ഒക്കെ നടത്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ ബേസിക്കലി ഞാൻ കണ്ടുപിടിച്ചാണ് ഒരു മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ ഒരു ഹയസ്റ്റ് വെയിറ്റേജ് വരുന്നുണ്ട്. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ എക്സാമിന്റെ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തരാം കേട്ടോ, വേറൊരു വീഡിയോയിൽ കൂടെ ചെയ്തു തരാം.
അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ ഒരു 17-18 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിരുന്നു മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ മാത്രം. പക്ഷേ മെഡിസർജൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വാസ്റ്റ് ആണ്, കടൽ പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഒരുപാട് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ ആ സിസ്റ്റം സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെ എങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഈ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാത്തത്. അപ്പൊ നോക്കിയേ, മെഡ്സർജ് അത്യാവശ്യം വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ ആണ്. പിന്നെ മിക്കവാറും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യന്റെ ഫ്രെയിമിങ്, ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ ഡിഫറെന്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ PSC ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മെമ്മറി അല്ല, അതായത് നമുക്ക് കുറെ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോകും, അങ്ങനെ ഒരു മെമ്മറി അല്ല, ശരിക്കും കൺസെപ്റ്റൽ ക്ലാരിറ്റി, ഇവൻ പഠിക്കുന്ന കാര്യങ്ങളിൽ ഇവൻ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന് എത്രത്തോളം ക്ലാരിറ്റി ഇവനുണ്ട്, അത് അണ്ടർ പ്രഷർ അല്ലേ. അതായത് ഈ നമ്മൾ അവിടെ ഇരിക്കുന്ന എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു 90 മിനിറ്റ്സ് ടൈം ഉണ്ട്. ഞാനൊക്കെ എക്സാം എഴുതിയപ്പോഴത്തേക്ക് CBT ആയിരുന്നു കേട്ടോ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു, OMR അല്ലായിരുന്നു. അത് നമുക്ക് എപ്പോഴും ആ എക്സാമിനോട് അടുത്ത് വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റത്തുള്ളൂ, മിക്കവാറും ഇപ്രാവശ്യവും CBT തന്നെ ആയിരിക്കാം കേട്ടോ. അപ്പം ഈ ഒരു 90 മിനിറ്റ്സിൽ നമുക്ക് നന്നായിട്ട് റിപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയണം കേട്ടോ. അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാകണം, കൂടാതെ പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ ഉണ്ടാകണം കേട്ടോ. അതിനെ കുറിച്ച് പറഞ്ഞുതരാം. നോക്കിയേ, ദ ബിഗസ്റ്റ് ചേഞ്ച് ഹാപ്പൻഡ് വെൻ ഐ സ്റ്റോപ്ഡ് കളക്ടിങ് ബുക്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഫോക്കസിങ്. അതായത് ഇപ്പം ഒരുപാട് ബുക്സ്, ഒരുപാട് റാങ്ക് ഫയൽസ് ഒക്കെ ഇഷ്ടംപോലെ, നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഓരോന്നിന്റെയും പുറകെ പോകുമ്പോഴത്തേക്ക് എന്താ സംഭവം, ടു മെനി സോഴ്സസ് വിൽ കോസ് കൺഫ്യൂഷൻ അല്ലെ. ഒരുപാട് സോഴ്സസിന്റെ പുറകെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ധാരാളം കൺഫ്യൂഷൻ ഉണ്ടാകും. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു മേ ബി ഇപ്പം OBG എടുത്തു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡീസലറേഷനെ കുറിച്ചിട്ട് സെയിം കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ 5 രീതിയിലായിരിക്കും 5 പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുക. അപ്പൊ നമ്മൾ അവിടെ നോക്കുന്നു, പഠിക്കുന്നു, അതിങ്ങോട്ട് എഴുതി വെക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഹാർഡ്ലി ചിലപ്പോൾ സിലബസ് കവർ ചെയ്യാൻ കഴിയണം എന്നില്ല നമ്മുടെ എക്സാം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ റിവിഷൻ പോസിബിൾ അല്ലാണ്ട് വരും. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് ഒരു ഒതന്റിക് ആയിട്ടുള്ള സോഴ്സസ് നമ്മൾ റെഫർ ചെയ്യുക, അതിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള റിവിഷൻ നമ്മൾ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ ഇതിൽ നോക്കിയാൽ കൺസെപ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ഈ നമുക്ക് കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം. ഒന്നാമത്തെ കാര്യം, പഠിക്കുന്നത് നമ്മൾ ടോപ്പിക് വൈസ് പഠിക്കുക. സിലബസിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അതായത് SM പ്രോസസ് നഴ്സിംഗ് എക്സാമിനേഷൻ സിലബസ് എന്താണ് എന്നുള്ളത്. സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, അതിനകത്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. എനിവേ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ ടോപ്പിക് വൈസ് നമ്മൾ സബ്ജക്ട്സ് നമ്മൾ പഠിക്കുക. ഇപ്പം MS എടുത്തു കഴിഞ്ഞാൽ അതിൽ കാർഡിയോ, റെസ്പിറേറ്ററി, ന്യൂറോ എല്ലാ സബ്ജക്ട്സും നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് പഠിക്കുക. എന്നിട്ട് റാഷണലി നമ്മൾ ചിന്തിക്കുക, അതായത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നു, മാനിഫെസ്റ്റേഷൻ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു, അങ്ങനെ നമ്മൾ ഒരു റാഷണലൈസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഒരുപാട് കാണാതെ പഠിച്ചത് കൊണ്ട് നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയണം എന്നില്ല. കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷോർട്ട് നോട്ട്സ് മേക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഓരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് പോവുക. എന്തിനു വേണ്ടിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ, ഈ നോട്ട് ചെയ്ത് പോകുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പഠിപ്പിക്കാനോ അതിനു വേണ്ടിയല്ല. ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമുക്ക് എക്സാമിനേഷൻ വരുമ്പോഴത്തേക്കും, എക്സാമിനേഷൻ നമ്മൾ റിവിഷൻ ടൈം വരും അല്ലെ. റിവിഷന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. റിവിഷൻ ടൈം അല്ലെങ്കിൽ എക്സാമിനേഷന്റെ ആ ദിവസങ്ങൾ, ഇപ്പം എക്സാമിനേഷൻ മേ ബി ഒരു 2 വീക്സ് ബാക്ക് ഒക്കെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ വാരി വലിച്ച് എഴുതിയിരുന്നു, പുസ്തകമൊക്കെ വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം, ഓരോ സാധനങ്ങൾ എവിടെ കിടക്കുന്നത് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും കേട്ടോ. അതുകൊണ്ട് വളരെ ക്രിസ്പ് ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. കൂടാതെ ലിങ്ക് കോൺസെപ്റ്റ്സ് ടു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഇതുമായിട്ട് ഒന്ന് സിങ്ക് ചെയ്യുക. അന്ന് അത് ചോദിച്ചിട്ടുണ്ടോ എങ്കിൽ ഇനി ഞാൻ ഈ പഠിക്കുന്ന ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലിങ്ക് ചെയ്തിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അതുകൂടാതെ വളരെ ഇമ്പോർട്ടന്റ്, ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ, ദ ഹോട്ട് സോൺ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയും, അതായത് 80-20 റൂൾ എന്നൊക്കെ പറയും കേട്ടോ. അതായത് ഹോട്ട് സോൺസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു അത്യാവശ്യം ഹയർ ലെവൽ എക്സാമിനേഷൻ ആണ്. അപ്പോൾ നമ്മളെ സ്റ്റാഫ് നഴ്സ് ലെവൽ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നോക്കിയേ, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിസർച്ച് അത്യാവശ്യം ഹോട്ട് ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 25 to 30 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 20 to 25 ക്വസ്റ്റ്യൻസിൽ കുറയാണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും ഈ ഏരിയയിൽ നിന്ന്. പക്ഷേ ഇത് നമ്മൾ എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുക. കാരണം അത്യാവശ്യം ഡെപ്തിൽ നിന്ന്. അതേസമയം ഞാൻ പറഞ്ഞു ഒത്തിരി ഡെപ്തിലല്ല, ഒത്തിരി ഈ പറയുന്ന പോലെ നമ്മളെ BEd ലെവലിൽ അങ്ങനെ ഇറങ്ങിച്ചെന്ന് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഈ ഒരു 5-6 മാസം കൊണ്ട് എഡ്യൂക്കേഷൻ മാത്രമേ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ലൈക്ക് നമ്മുടെ
എന്തായിരുന്നു ഈ പറയുന്ന ഡൊമൈൻസ് അല്ലെ, ഡൊമൈൻസിൽ നിന്ന്, എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിൽ നിന്ന്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പെർട്ട്, ഗാൻ ചാർട്ട്, പിന്നെ CPT, അങ്ങനെയുള്ള പല ഏരിയാസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കീ ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇതുപോലുള്ള ഹോട്ട് സോൺ ആയിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻസ് മേ ബി നമുക്ക് ക്വസ്റ്റ്യനും വായിച്ച് നമ്മളിപ്പം എക്സാം ഹാളിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ഒക്കെ വരുമ്പോൾ നമുക്ക് തോന്നും സിമ്പിൾ ആയിരുന്നല്ലോ എന്ന് തോന്നും. പക്ഷെ നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അത് സിമ്പിൾ ആവില്ല, നമുക്ക് ആൻസർ കിട്ടാൻ പാടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ തറവായിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. സ്റ്റോപ്പ് സ്റ്റഡി എവറിത്തിങ്, സ്റ്റാർട്ട് സ്റ്റഡിങ് വാട്ട് ആക്ച്വലി അപ്പിയേഴ്സ് ഓൺ ദ പേപ്പർ അല്ലെ. അതായത് നമ്മൾ എല്ലാം മഗപ്പ് ചെയ്തിട്ട് എല്ലാം കൂടെ എന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ മനസ്സിലാക്കി നമുക്ക് ഓർത്തെടുക്കാൻ ഉതകുന്ന തരത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, റിസർച്ച് കേട്ടോ. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ പലർക്കും ഉള്ള പ്രശ്നമാണ് മറവി. എനിക്കും വളരെ എന്നെ വളരെയധികം ബോധന ചെയ്തിരുന്ന ഒരു സംഗതിയാണ് മറവി എന്ന് പറയുക കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ശരിക്കും ഫോളോ ചെയ്തത് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്ന സംഗതിയാണ്. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിപ്പം എന്റെ ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അല്ലെ. ആ സ്റ്റിക്കി നോട്ട്സിൽ നിങ്ങൾ എഴുതുക, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ മറന്നു പോകുന്നത് എഴുതുക. എന്നിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എപ്പോഴും കാണുന്ന ഏരിയ, നിങ്ങൾ എപ്പോഴും പ്രസന്റ് ആയിരിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും, ആ ഏരിയയിൽ അത് എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന ഏരിയ ഉണ്ട്, അവിടെ ഞാൻ സമാധാനമായിട്ട് ഇരുന്ന് അയൺ ചെയ്യുന്ന ഏരിയ ആണ്. അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ കുറെ നോട്ട്സ് സ്റ്റിക്കി നോട്ട്സിൽ എഴുതി അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ അയൺ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അപ്പൊ അയൺ ചെയ്യുമ്പോൾ ഞാൻ നോട്ട്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് പോകും. അതുകൂടാതെ കിച്ചൺ, ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം, അപ്പം ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കിച്ചണിൽ ഇതുപോലെ കുറെ സ്ഥലത്ത് ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കിച്ചണിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി മെമ്മറൈസ് ചെയ്ത് പഠിക്കുമായിരുന്നു. അതായത് വളരെ എപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി പീഡിയാട്രിക്സിലെ ഈ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എല്ലാവർക്കും എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഏരിയ ആണ് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലെ ഇയേഴ്സ് അല്ലെ, കമ്മ്യൂണിറ്റിയിലെ ഇയേഴ്സ്, പിന്നെ പല പ്രോഗ്രാംസിന്റെയും ഗോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ചിറ്റ് പേപ്പറിലാക്കി ഞാൻ എഴുതി ഇതുപോലെ പലയിടത്ത് പേസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ ഈ മറവി എന്ന് പറയുന്നവർക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും മറന്നു പോയില്ല, ചില കാര്യങ്ങൾ മാത്രമായിരിക്കും മറന്നു പോവുക. സോ അങ്ങനെയുള്ള ഏരിയാസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എവിടെയാണോ സ്യൂട്ടബിൾ, നിങ്ങൾ എവിടെയാണോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ, ഇപ്പം ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം മേ ബി അവർ മിററിന്റെ മുന്നിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമായിരിക്കും. അപ്പൊ അതിന്റെ സൈഡിൽ മറയാത്ത രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. ഓരോ പ്രാവശ്യം നിങ്ങൾ അവിടെ പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് നോക്കുക. ആദ്യം കുറെ പ്രാവശ്യം നമുക്ക് അത് നോക്കേണ്ടി വരും കേട്ടോ. പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ പോകുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു പിക്ചർ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ആ ടോപ്പിക്സ് അങ്ങോട്ട് മാറ്റിയിട്ട് പുതിയ ടോപ്പിക്സ് അവിടെ പേസ്റ്റ് ചെയ്യുക കേട്ടോ. ആ രീതിയിൽ ചെയ്യുക. അതുകൂടാതെ ആക്റ്റീവ് റീകോൾ, അതായത് ഇൻസ്റ്റെഡ് ഓഫ് റീഡിങ് എ പേജ് 5 times, read it once and then close the book to try and explain it out loud. അതായത് നമ്മൾ ഒരു കാര്യം ഒരു ബുക്കിൽ നോക്കി 5 പ്രാവശ്യം വായിക്കുന്നതിലും നല്ലത് ഒരു പ്രാവശ്യം വായിക്കുക. എന്നിട്ട് എന്താണ് അത് തരുന്ന മെസ്സേജ് എന്ന് നിങ്ങൾ ഓർത്ത് എടുക്കാനായിട്ട് ഓർക്കുക കേട്ടോ, അല്ലെങ്കിൽ ഓർത്തെടുക്കുക നിങ്ങൾ. അപ്പം ഈ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ വായിക്കുക എന്ന് പറയുന്നത് അത് ആക്ച്വലി വേസ്റ്റ് ഓഫ് ടൈം ആണ്. സോ ഈ ആക്റ്റീവ് റീകോൾ, അതായത് നമ്മൾ ഒരു ഏരിയ നമ്മൾ മനസ്സിൽ പിക്ചറൈസ് ചെയ്യുക, ആ ഏരിയയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസ് ഉണ്ട് എന്നുള്ളത് ആക്റ്റീവായിട്ട്, എന്ന് വെച്ചാൽ പാസീവ് അല്ല ആക്റ്റീവ്, നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് നമ്മൾ എടുക്കുക കേട്ടോ, എന്താണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പം ഈ ആക്റ്റീവ് റീകോൾ നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇഫ് യു കാണ്ട് എക്സ്പ്ലെയിൻ ഇറ്റ് യു ഹാവ് ലേൺഡ് ഇറ്റ്. അതായത് നിങ്ങൾക്കത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല, അതിന്റെ അർത്ഥം നിങ്ങൾ അത് പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം സാധാരണ എല്ലാം ചെയ്തു എന്ത് പഠിച്ചാലും എനിക്ക് ഓർമ്മയിരിക്കില്ല, എന്ത് പഠിച്ചാലും എന്റെ തലയിലേക്ക് കയറില്ല, അങ്ങനെ പറയും. അങ്ങനെ നിങ്ങൾ സെൽഫ് ബ്ലെയിം ചെയ്യാതെ നിങ്ങളുടെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യട്ടോ. അതായത് എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആക്ച്വലി ഞാനൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ നമ്മുടെ ഹോബിജില് ആക്സിലറേഷൻ ഡീസലറേഷൻ ഒക്കെ എനിക്ക് എപ്പോഴും മറന്നു പോകുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാനത് എന്താ ചെയ്തത്, ഇതുപോലെ ഇച്ചിരി പേപ്പറിലൊക്കെ എഴുതിയിട്ട് പല പ്രാവശ്യവും പലയിടത്തും ഒക്കെ പേസ്റ്റ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം ആ രീതിയിൽ നമ്മൾ എപ്പോഴും കാര്യങ്ങളെ ഇമോഷണലി നമ്മൾ സമീപിക്കാതെ റാഷണലി നമ്മൾ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എവിടെയാണോ മിസ്റ്റേക്ക്, എന്തുകൊണ്ട് മിസ്റ്റേക്ക് വന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കുക, അതിന് നമ്മൾ റെക്ടിഫൈ ചെയ്യുക കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. അതുകൂടാതെ നോക്കിയാൽ സ്പേസ്ഡ് റെപ്പിറ്റേഷൻ ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറയുന്നതാണ്. ഈ റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട്, അതായത് ഈ നമുക്ക് ഉള്ള 15 സബ്ജക്ട്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എക്സാമിന്റെ തലേ ദിവസം ചെയ്യേണ്ട കാര്യമല്ല ഈ റിവിഷൻ എന്ന് പറയുക. റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠനത്തോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ട കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചു, നാളെ പഠിക്കുന്നു അല്ലെ. അപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെ പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. എഗെയിൻ ഒരു 3rd ഡേ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യുക.
എഗെയിൻ ഈ കാര്യം ഒരു 7th ഡേ ആകുമ്പോൾ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമ്മുടെ ഒരു ലോങ് ടേം മെമ്മറിയെ അത് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. അതായത് റിവ്യൂവിങ് എ ടോപ്പിക് അറ്റ് ഇൻക്രീസിംഗ് ടൈം ഇന്റർവെൽസ് ലൈക്ക് day 1, day 3, day 7 അങ്ങനെ ഒരു സ്കെഡ്യൂൾ വെച്ചിട്ട് നിങ്ങൾ ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. അല്ല എങ്കിൽ ഞാൻ ഇത് പറയാൻ കാര്യം ഞാൻ 2 രീതിയിലും പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സൈക്കോളജി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സബ്ജക്ട്സ് ആയിരുന്നു ഞാൻ ആദ്യം കവർ ചെയ്ത് തീർത്ത് കേട്ടോ. അപ്പോൾ സൈക്കോളജി ഒക്കെ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നു ഒരു 1 month കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ സ്വന്തമായിട്ട് വഴിവെട്ടി തെളിഞ്ഞു, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്താണ് പഠിച്ചത്. അപ്പം ഓക്കെ ഈ ഒരു 1 month ഓളം എടുത്തെന്ന് തോന്നി ഞാൻ സൈക്കോളജി പഠിച്ചു തീർക്കാനായിട്ട്. 1 month കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നോട്ട്സ് ഒക്കെ മറിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന പോലെ തോന്നി. അതായത് 1 month കൊണ്ട് പഠിച്ച കാര്യം ഞാൻ വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന പോലെ തോന്നി. കാരണം കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പിന്നെ കണ്ടുപിടിച്ചാണ് ഈ പറയുന്ന ഒരു സ്പേസ് റെപ്പിറ്റേഷൻ. അതായത് ഒരു മേ ബി നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതായത് day 1 പഠിക്കുന്ന day 3 റിവൈസ് ചെയ്യാം, day 7 റിവൈസ് ചെയ്യാം. ഞാൻ ചെയ്തത് ഒരു വീക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു സൺഡേ ഇരുന്നിട്ട് അങ്ങോട്ട് റിവൈസ് ചെയ്ത് തീർക്കുമായിരുന്നു. അതിൽ എനിക്ക് ഓർമ്മ കിട്ടാത്ത സംഗതികൾ ഞാൻ വീണ്ടും എഴുതി വെക്കും, അത് വീണ്ടും റിവൈസ് ചെയ്യും. പിന്നെ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ അറിയാത്ത കാര്യങ്ങൾ മാത്രമായിരുന്നു ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സ്പേസ് റെപ്പിറ്റേഷൻ നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ എസ്സേയോ ഷോർട്ട് നോട്ടോ ഒന്നും എഴുതാൻ പോകുന്നില്ല അല്ലേ. എനിവേ വി വുഡ് ബി ഇവാലുവേറ്റഡ് ബൈ MCQs അല്ലെ. MCQs വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടുക. സോ അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോഴും അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ പഠിപ്പിക്കും, അത് നിങ്ങൾ ഏത് ഏരിയയിലാണ് നമ്മൾ ഡെഫിഷ്യന്റ് എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കും. ആ ഏരിയ നമ്മൾ വീണ്ടും നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പം ആഫ്റ്റർ ഈ സബ്ജക്ട് ഒരു മിനിമം ഞാൻ പറയുന്നത് ഒരു 200 to 300 MCQs നല്ല MCQs നിങ്ങൾ സോൾവ് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ലാക്കുണ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക, അത് പരിഹരിക്കുക കേട്ടോ. സോ അനലൈസ് വൈ റോങ്, എന്തുകൊണ്ട് തെറ്റി, മേ ബി കൺസെപ്റ്റ് ഗ്യാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും പഠിക്കുക. സോ യു ഹാവ് ടു തിങ്ക് ദാറ്റ് എവറി റോങ് ആൻസർ ഈസ് എ ടീച്ചർ കേട്ടോ. നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റും എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടീച്ചേഴ്സ് ആണ്. അവർ നമ്മളെ ഒരു പുതിയ പാതയിലേക്ക് നമ്മളെ നയിക്കുന്നു കേട്ടോ. ഇത് ലാസ്റ്റിലേക്ക് ഉള്ള കാര്യമാണ്. അതായത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്, കുറെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യണം. അതായത് ലൈക്ക് ഒരു ലാസ്റ്റ് ഒരു 15 to 20 days, അതായത് നമ്മുടെ മേ ബി എക്സാമിന് ഒരു 1 month മുന്നേ നമ്മൾ ഈ പറയുന്ന പോലെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്ത് തുടങ്ങുക. അതായത് ഫുൾ ലെങ്ത് എക്സാംസ്. ഇപ്പം നമ്മുടെ അക്കാഡമിനൊക്കെ നമ്മൾ എക്സാമിനോട് അടുക്കുമ്പോൾ ഇതുപോലെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഫുൾ ലെങ്ത് PSC ലെവൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ടൈമിങ് നമുക്ക് കൃത്യമായിട്ട് അഡ്ഹർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതായത് ബേസിക്കലി നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു 3 ലെവൽസിലായിരിക്കണം നമ്മൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുക. അതായത് ആദ്യത്തെ ഒരു റൗണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിയുന്നത് മാത്രമേ എഴുതുക. രണ്ടാമത്തെ റൗണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബ്രെയിനിൽ എവിടെയോ ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ റൗണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കോളും. മൂന്നാമത്തെ റൗണ്ടിൽ പിന്നെ നമുക്ക് ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ മാറ്റിവെക്കുക. ആ രീതിയിലായിരുന്നു ഞാനും ചെയ്തിരുന്നത്. പിന്നെ OMR നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ CBT എക്സാം നമുക്ക് എക്സാം പാറ്റേൺ ഏതാണ് എന്നുള്ളത് ലാസ്റ്റ് നമ്മുടെ എക്സാമിനേഷന്റെ ഡേറ്റ് വരുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുവരെ മേ ബി അതിന് മുന്നേ 2018 അതിന് മുന്നേ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം നടന്നത്. സോ അത് എനിക്ക് തോന്നുന്നു OMR ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന പോലെ OMR വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രാക്ടീസ് ചെയ്തത്. പിന്നെ അതുകൊണ്ട് പക്ഷേ OMR പ്രാക്ടീസ് ചെയ്യുന്ന എപ്പോഴും നല്ലത് തന്നെയാണ്. ഇപ്പൊ ഈവൻ ദോ നമ്മൾ CBT ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എങ്കിലും നമ്മൾ OMR പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ടൈം മാനേജ്മെന്റ് കേട്ടോ. ഈ പറയുന്ന ടൈമിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു 3 റൗണ്ട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ സെലക്ഷൻ കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഹ്യൂമൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും മിസ്റ്റേക്സ് വരുത്തും കേട്ടോ. അതായത് എനിക്ക് ശരിക്കും നല്ല വിഷമമുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞതിന് ശേഷം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് തെറ്റിപ്പോയി. പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ടു ഹ്യൂമൻ എറർ കോമൺ എന്നാ പറയുക അല്ലേ. എറർ മനുഷ്യൻ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മളൊരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിക്കും നമുക്ക് അറിയുന്ന ഒരു 50 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാലും മേ ബി അതിലൊരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന എന്നാൽ മിസ്റ്റേക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക. അതിനുശേഷം പല റൗണ്ട് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം. കൂടാതെ സില്ലി മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക. ഈ സില്ലി മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അതായത് ഈ വരുന്ന December 31 നോട്ടിഫിക്കേഷൻ വരാം. അപ്പൊ അതിനുശേഷം നിങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജൂലൈ 2025 ജൂലൈയിലാണ് നമ്മൾ പുതിയൊരു ബാച്ച് തുടങ്ങിയത്. അന്നേ ഞാൻ പറയുമായിരുന്നു, പല വീഡിയോസിൽ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും, ആ നോട്ടിഫിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വിത്തിൻ 6 months എക്സാമിനേഷൻ ഉണ്ടാകും എന്ന് ഞാൻ അന്ന് മുതലേ പറയാനായിട്ട് ശ്രമിക്കുമായിരുന്നു. കുറെ കുട്ടികളൊക്കെ അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. മേ ബി ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഇപ്പോഴും പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ തുടങ്ങിയിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല, ഇനി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മതി. പക്ഷെ നന്നായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നന്നായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണ് എങ്കിൽ ഈ പറയുന്ന ഗസ്റ്റ് പോസ്റ്റ് അത് നിങ്ങൾക്കുള്ളതാണ്. സോ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ നമ്മുടെ അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്യണം, ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. നിങ്ങൾ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ്, എവിടെയെങ്കിലും ചേർന്ന് പഠിക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഡിസിഷൻ തന്നെയാണ്. പക്ഷേ എന്താണ്, നിങ്ങൾക്ക് നന്നായിട്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ, അതൊക്കെ പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. ഇനി ഈ SM ബ്രൗസർ എക്സാമിനേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കൺസേൺസ് ഇതുപോലെ നിങ്ങൾക്ക് ഗൈഡൻസ് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അത് നമ്മൾ ഉറപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും, അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയറിന്റെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് വരുന്ന ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.